പെരുന്ന വഴിയിൽ നിർത്തി ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട്. അത് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഒരു കിടിലൻ സ്പോട്ടാണ്. ഒരു ഫ്രെയിം ഇത് നമ്മളെ കാട്ടിൽ ഇതാണോ പല മരങ്ങൾ എന്താണെന്നൊരു പിടിക്കാൻ കിട്ടുന്നില്ല. ചവറ് പോലെ കെടുക്കണം. രണ്ട് സൈഡിലായിട്ട് ആർക്കും വേണ്ടാത്ത കുറേ മരങ്ങൾ. നായ്ക്കളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇവിടെ 2 കിലോമീറ്റർ കൂടിയുള്ള ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ റോഡ് ചെറുതായതുകൊണ്ട് ചുരം പോലത്തെ റോഡാണ്. ഉണ്ടോ അവിടെ ഫുള്ള് നല്ല പൊന്തക്കാടും അതിൻ്റെ അപ്പുറത്ത് താഴ്വാരങ്ങളും അതിൽ കുറേ വീടും. പിന്നെ താഴത്തൊരു ചർച്ചോ ക്ലോക്ക് ടവർ എന്തോ ഉണ്ട്. ഫുള്ള് ചുരമാണ്. 2 സൈഡ് റോഡാണ്. തീരെ സ്പേസ് ഇല്ല. ഉള്ള സ്പേസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഫുള്ള് അതികഠോരമായ വനാണ്. മേലോട്ടും സൈഡിലോട്ടും താഴോട്ടൊക്കെ ഫുള്ള് ചെടികളും മരങ്ങളുമാണ്. എത്തി നമുക്ക് ഇനി 600 മീറ്റർ. ഇപ്പം എങ്ങനെ തിരിച്ചു വരുന്നതാണ്. ഈ വക സ്ഥലത്തൊക്കെ വരുമ്പോൾ എണ്ണ അടിച്ച് ഫുള്ളായിട്ട് വരണം. ഇൻ കേസ് പണി കിട്ടിയാൽ മോഞ്ചസ്കിയ ഇത് ആപ്പിൾ പോലത്തെ എന്തോ ഒരു ചെടിയാണ്, മരം എന്തോ ആണ്. അതിലെന്തോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പേരക്കല്ല അങ്ങനത്തെ അപ്പുറത്തൊരു പട്ടിയുണ്ട്. കെടുന്ന പേരക്കാണെന്ന്. ഇവിടെ വേറെ ഒരു മനുഷ്യപ്പൊന്നും ഇല്ല. ഒരു വണ്ടി തന്നെയുണ്ട്. ഇത് ഇവിടുത്തെ JCB ആണ്. പ്രത്യേക തരം JCB അല്ലേ. കുബോട്ട പ്രാറ്റോ. റോഡിൻ്റെ വഴി പോകുന്നിടത്തോളം ചെറുതായി വരാണ്. ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. നടക്കാൻ സ്ഥലമല്ല, സ്പേസ് ഇല്ല. എങ്ങനെ പോവാന്ന് മാത്രം. ഒരു ഹോൺ അടിച്ചേക്കാം നല്ലതെപ്പോഴും. പിന്നെ ഒറ്റ വണ്ടിക്കുള്ള സ്പേസ് ഉള്ളൂ. ഒരാൾ വന്നാൽ സൈഡാക്കി തരണം അപ്പുറത്ത്. ഇതേപോലെ ഒരു പ്രത്യേക തരം ചെടി. ഇത് മറ്റേ ഇതെന്ത് ചെടിയാണോ? ചെടി ക്രിസ്മസ് ട്രീ ഇല്ലേ, അതിൻ്റെ വേറെന്തൊരു കളർ വെർഷൻ. എത്ര ദൂരം എങ്ങോട്ടാണെന്ന് അറിയില്ല. നമ്മുടെ ലൊക്കേഷൻ പ്രകാരം സ്ഥലമൊക്കെ എത്തിയെന്ന് പറയണേ. സൈഡാക്കി കൊടുത്തേക്കാം. ഇവിടെ നല്ല ചില സമയത്തൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. കാരണം ഇവിടെ നമ്മൾ സൈഡാക്കിയപ്പോൾ അവരവിടെ നമുക്ക് സൈഡാക്കി തന്നു. പക്ഷെ മെയിൻ റോഡിൽ ഡ്രൈവിംഗ് വരെ അതികഠോരമായ ഹാർഷ് ഡ്രൈവിംഗ് ആണ്. സ്പീഡ് ലിമിറ്റ് ഒന്നുമല്ല, അതിൻ്റെ അപ്പുറമൊക്കെ ചാടും. ഇവിടുത്തെ മാക്സിമം സ്പീഡ് ലിമിറ്റ് വരുന്നത് 130 ആണ് മെയിൻ ഹൈവേസിൽ വരുന്നത്. പിന്നെ ഏറ്റവും ചെറിയ സ്പീഡ് പറഞ്ഞാൽ 30, 20, 10 വരെയൊക്കെ പോകുന്നുണ്ട് ചില സ്ഥലത്തിൻ്റെ. പൊന്നടവേ തീരുമാനമായി. ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് ഇത്ര ഗ്യാപ്പ്. ഒരു പട്ടിയുമായി പോകുന്ന പട്ടി വാക്ക്. പ്രകൃതി രമണീയൻ്റെ പോലത്തെ സ്ഥലമാണ്. പ്രകൃതി രമണീയമായ സ്ഥലം. അടുത്ത പട്ടി വാക്കിൻ്റെ പോലെ ബെഡാജാതി പട്ടിയാണ്. ഓണെപ്പോഴും പൊട്ടിച്ചോണോ. ഓണ് പടപടാന്ന് അടിച്ചില്ലെങ്കിൽ പണി പാലപ്പള്ളത്തിൽ കിട്ടും. വെറുതെ ഒരു നഷ്ടമൊന്നുമില്ലല്ലോ നമുക്ക്. എടുക്കട്ടെ.
നമ്മൾ വരുന്നുണ്ട് 4 പേര് അറിയട്ടെ. വന്നിട്ട് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ലിഗോറിയൻ റിവർ എത്തി. ഇതാണത്. ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റാണ് മെയിനായിട്ട്. നമ്മൾ റിവർ ആയിരിക്കുമ്പോൾ റിവർ ഉണ്ടായിരിക്കും. ഇതിന് മേലെ കണ്ടോ, ഇത് സൂം ചെയ്യാൻ പറ്റില്ല. ഇത് അതാണ് സൂപ്പ് വരുന്നത്. അവിടെ എത്തി. ഇനി നമ്മൾ നേരെ അടുത്ത ലൊക്കേഷൻ നമ്മൾ ജിനോവ എന്നുള്ള സ്ഥലമാണ്. ജിനോവയിലേക്ക് പോകണം. ഓക്കെ.